സ്വന്തം രാജ്യം ജയിച്ചാലും തോറ്റാലും ഇനി സമനില ആണെങ്കിലും ആ സ്റ്റേഡിയം വൃത്തിയാക്കിയ ശേഷമേ ജാപ്പാനീസ് ആരാധകർ അവിടെ നിന്നും ഇറങ്ങുകയുള്ളൂ. ഈ സ്പെഷ്യൽ ക്ലീനിങ് കാലങ്ങളായി തുടരുന്ന ഒന്നാണ്. തങ്ങളുടെ സ്വന്തം മാലിന്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോകുന്ന കവറുകളും കുപ്പികളും വരെ ഇവർ കൃത്യമായി പെറുക്കിയെടുക്കും. കുട്ടിക്കാലം മുതൽ ജാപ്പനീസ് സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഉയർന്ന മൂല്യങ്ങളാണ് ഈ ക്ലീനിങ്ങിന് പിന്നിലുള്ളത്. ജപ്പാനിലെ സ്കൂളുകളിൽ ശുചീകരണ തൊഴിലാളികളെ ആശ്രയിക്കുന്നതിന് പകരം ക്ലാസ് മുറികളും ശുചിമുറികളും സ്കൂൾ പരിസരങ്ങളും ഒക്കെ വിദ്യാർത്ഥികൾ തന്നെയാണ് വൃത്തിയാക്കാറുള്ളത്. മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ശല്യമോ ഉണ്ടാകരുതെന്ന് അർത്ഥം വരുന്ന മെയാക്കു എന്നൊരു ആശയം ജാപ്പാനീസ് സംസ്കാരത്തിലുണ്ട്. സ്റ്റേഡിയം വൃത്തികേടാക്കിയിട്ടിട്ട് പോയാൽ അത് അവിടുത്തെ ജീവനക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുമെന്ന് അവർ കരുതും. 1998 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലാണ് ജപ്പാന്റെ ഈ മാതൃകാപരമായ ശീലം ആദ്യമായി ലോകശ്രദ്ധ നേടുന്നത്. പിന്നീട് 2022 ഖത്തറിൽ നടന്ന ലോകകപ്പിലും ഇപ്പോൾ 2026 അടക്കം എല്ലാ പ്രമുഖ അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലും ഈ പാരമ്പര്യം ജാപ്പാനീസുകാർ കാത്തു സൂക്ഷിക്കും. കഴിഞ്ഞ ദിവസം ഡാലസ് സ്റ്റേഡിയത്തിൽ നെതർലാൻഡ് ജപ്പാൻ മത്സരത്തിന് പിന്നാലെ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങളെല്ലാം വൃത്തിയാക്കിയ ശേഷമാണ് ജാപ്പനീസ് ആരാധകർ മടങ്ങിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തു. ഈ ജാപ്പനീസ് ആരാധകർ നീല നിറത്തിലുള്ള വലിയ ഗാർബേജ് ബാഗുകൾ കയ്യിൽ കരുതിക്കൊണ്ടാണ് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് വരുന്നത്. മത്സരം അവസാനിക്കുമ്പോൾ ഗാലറിയിലെ സീറ്റുകൾക്കിടയിൽ കിടന്ന അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും അവർ ഈ ബാഗുകളിൽ ശേഖരിക്കും. ഇവരുടെ കൂട്ടത്തിൽ വീൽ ചെയറിലിരുന്ന് സ്റ്റേഡിയം വൃത്തിയാക്കുന്ന ഒരു ഭിന്നശേഷിക്കാരനായ ആരാധകന്റെ വീഡിയോയും പ്രത്യേകം ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആവേശ പോരാട്ടം കണ്ട് ബാക്കിയുള്ള കാണികൾ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കുതിച്ചപ്പോൾ ജപ്പാൻ ആരാധകർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. തുടർന്ന് ആളൊഴിഞ്ഞതോടെ കയ്യിൽ കരുതിയ കവറുകളിൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ട കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും കപ്പുകളും പൂർണ്ണമായും പെറുക്കി മാറ്റി. അതൊരു സംസ്കാരമാണ്. അതിലുപരി എല്ലാറ്റിനുമുള്ള ബഹുമാനമാണ്. കളിക്കാരോടും മറ്റ് ആരാധകരോടും സ്റ്റേഡിയത്തോടുമുള്ള ബഹുമാനം. ഇവിടെ വരാൻ കഴിഞ്ഞതൊരു ബഹുമതിയായി ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അഴുക്കുചാൽ ഉണ്ടാക്കി മടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഫിഫ എക്സിൽ പങ്കുവച്ചൊരു വീഡിയോയിൽ ഒരു ആരാധകൻ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ജപ്പാൻ ആരാധകർക്ക് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത്. ലോകം ജപ്പാനിൽ നിന്നും പഠിക്കണം, ഇത് അഭിനന്ദനാർഹമാണെന്നൊരാൾ പറയുമ്പോൾ ക്ലാസ് ശാശ്വതമാണ്, ജപ്പാൻ ആരാധകർക്ക് വീണ്ടും ആദരവ് എന്നാണ് മറ്റൊരാൾ പ്രതികരിക്കുന്നത്. എഫ് ഗ്രൂപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ 2-2 എന്ന സമനിലയാണ് ജപ്പാൻ നേടിയത്. 51-ാം മിനിറ്റിൽ വിർജിൽ വാൻഡേക്കിലൂടെ നെതർലാൻഡ്സ് മുന്നിൽ വന്നെങ്കിലും കെയ്റ്റോ നകാമുറയിലൂടെ ജപ്പാൻ തിരിച്ചടിച്ചിരുന്നു. തുടർന്ന് ക്രിസൻസിയോ സമ്മർവില്ലയുടെ ഡച്ചുകാർ വീണ്ടും ലീഡെടുത്തു. എന്നാൽ മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ഡെയ്ച്ചി കമാഡ നേടിയ നിർണായക ഗോളിലൂടെ ജപ്പാൻ സമനില പിടിച്ചെടുക്കുകയായിരുന്നു.